ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കുമെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. വിവാഹം കഴിഞ്ഞ് 8 മാസം തികയും മുൻപേ യുവതി ജീവനൊടുക്കിയത് ഭർത്താവിന്റെ പീഡനവും ലഹരി ഉപയോഗവും കാരണമെന്നാണ് പരാതി. റസയുടെ മുറിയിൽ നിന്ന് കിട്ടിയ ആത്മഹത്യാക്കുറിപ്പും കൂട്ടുകാരിക്ക് അയച്ച വാട്സാപ്പ് സന്ദേശങ്ങളും തെളിവായി വീട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. റസ മരിച്ച അന്ന് തന്നെ ഭർത്താവ് ആസിഫ് വിദേശത്തേക്ക് കടന്നു. 2026 ജനുവരി 8 അന്നായിരുന്നു ഫാത്തിമുത്തൽ റിസയുടെയും 20 കിലോമീറ്റർ മാത്രം അകലെ മുണ്ടേരിമുട്ടയിലുള്ള ആസിഫിന്റെയും വിവാഹം. ദുബായിൽ ജോലിയായിരുന്നു ആസിഫിന്. പിന്നെ നടന്നത് ആ പെൺകുട്ടിയുടെ കുടുംബത്തെ തീരാസങ്കടങ്ങളിലേക്ക് തള്ളിവിട്ട സംഭവങ്ങളായിരുന്നു. ഓനിക്ക് സന്തോഷായിരിക്കും, പക്ഷെ എൻ്റെ ഉപ്പയും കഴിയൂല. ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഉരുകി തീരണം കഴിയൂല. കേട്ടില്ല, ഇതിപ്പോൾ നിങ്ങൾക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഫീൽ എന്താ? എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. കാരണം ചെറിയ പ്രായമാണ്, ഒരു 20 വയസ്സേ ആയിട്ടുള്ളൂ. ഇനി മുമ്പോട്ട് കുറേ ജീവിതങ്ങൾ ബാക്കി വെച്ചിട്ടാണ് ഈ ഫാത്തിമ എന്ന് പറയുന്ന കുട്ടി പോയത്. അപ്പോൾ അത് ആരെ തൊട്ടാണ് പോയത്? ചെറിയ വയസ്സിൽ കല്യാണം കഴിച്ച് കൊടുത്തതും ഡ്രഗ്സിന് അടിമയായിട്ടുള്ള ഒരുത്തന് വേണ്ടിയിട്ട്. പക്ഷേ അവനിപ്പോൾ പിടിച്ചിട്ടോ ജയിലിലിട്ടിട്ടോ കൊടുത്തിട്ടോ ഒരു കാര്യമില്ല. അപ്പോൾ അവർക്ക് നീതി കിട്ടും. നീതി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നീതി, ആ കുട്ടിക്ക് നീതി വേണമെന്നുണ്ടെങ്കിൽ അവനും ഇവിടുന്ന് ഇല്ലാണ്ടാവണം. പക്ഷെ നമ്മുടെ സർക്കാർ ഇവനെ തീറ്റിപ്പോറ്റി ഒരു 3 മാസമോ 4 മാസമോ കഴിഞ്ഞ് ഇവനെ ഒരു പുല്ല് പോലെ പുറത്തു വരും. സോ നമുക്കൊന്ന് കേട്ട് നോക്കാം. അന്നെ വല്ലാതെ മർദ്ദിക്കുന്നുണ്ട്, അങ്ങനെ ചീത്ത വിളിക്കുന്നുണ്ട്, ഭയങ്കര സംശയം നോക്കി. എനിക്കിങ്ങനെ നിൽക്കാൻ കഴിയുന്നില്ല, പേടിയാവുന്നില്ല. ആച്ചിക്കാരൻ്റെ ഭാഗമായിട്ട് വെറുതെ ആവശ്യമില്ലാണ്ട് എന്തെല്ലോ കാരണം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അടിയാക്കിയതല്ല. വേണ്ടാണ്ട് ഓൻ ചെയ്യുന്നതിന് ഞാൻ ഓനെ ചോദ്യം ചെയ്യും. ഓൻ എന്നെ കുറ്റക്കാരിയാക്കല, എന്നെ സംശയം എന്ന് പറയാം. ഏപ്രിൽ 11-ാം തീയതി ഗൾഫിലേക്ക് പോയി വിസിറ്റിങ്ങിന് 2 മാസത്തേക്ക്. അവിടെ നിന്നാണ് കൂടുതൽ പീഡനം. അവിടെ ഇല്ല അവൻ്റെ 4 ഫ്രണ്ട് വന്നിട്ട് MDMA വന്നിട്ട് അവിടുന്ന് ഉപയോഗിക്കലും ഇവളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും കൂടുതൽ വിഷമങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കിയാണ് കൂട്ടുകാരോട് പറഞ്ഞത്. ആടുള്ളപ്പം തന്നെ ഓനെല്ലാം യൂസ് ആക്കലുണ്ട്. ഓന് ബാത്റൂമിൽ കയറിയിട്ട് പൊടി അടിക്കുന്നത് പോലെ ഓൻ എല്ലാം യൂസ് ആക്കലുണ്ട്.